ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഞങ്ങൾക്ക് ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ടുവന്ന് എനേബിൾ ചെയ്യും. ഓക്കെ എന്തായാലും എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ആകത്തുള്ളൂ. ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇതുവരെയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇനി ഇതുവരെയായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലുകളൊക്കെ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ടാർഗറ്റിങ്ങുകളൊക്കെ 1K കാര്യങ്ങളൊക്കെയാണ്. അപ്പം മാക്സിമം എല്ലാവരും എന്തായാലും ലൈക്കൊക്കെ ചെയ്യും. ഓക്കെ അപ്പം ഇതിന് ഇതിനായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഞാൻ എന്തായാലും രാവിലെ തന്നെ എണീറ്റിട്ട് ഒന്ന് ഇങ്ങനെ ചുമ്മാ വെളിയിലിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഫോൺ കോൾ കണക്ക് വന്ന്. അത് വേറെ ആരില്ല, നമ്മുടെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അവ എന്തിനാണ് നമ്മളെ വിളിച്ചതെന്ന് ഞാൻ എന്തായാലും പറഞ്ഞെന്തായാലും തരാം. അവ എന്തിനാണ് നമ്മളെ വിളിച്ചതെന്ന് വെച്ചാൽ ഇന്നാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ വലിയൊരു കാറിൻ്റെ വലിയൊരു സ്റ്റണ്ട് റേസ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റണ്ട് റേസ് കാര്യങ്ങളൊക്കെ പങ്കെടുക്കാനായിട്ടാണ് അവ എന്തായാലും നമ്മളെന്തായാലും വിളിച്ചത്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് അവ എന്തായാലും പങ്കെടുക്കണമെന്ന് തന്നെ എന്തായാലും ഇല്ല. ഓക്കെ നമുക്ക് എന്തായാലും പങ്കെടുക്കാം. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് എന്തായാലും പോകാം. ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചിട്ട് ഞാൻ ഒരു ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ ആ ഒരു സ്റ്റണ്ട് റേസിൽ നമ്മൾ കളിക്കാനായിട്ട് പോണ വണ്ടി എന്ന് വെച്ചാൽ നമ്മളുടെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണെന്നായിരിക്കും എല്ലാവരും വിചാരിച്ചേക്കണം. പക്ഷെ അതല്ല. കാരണം സ്വിഫ്റ്റ് വെച്ച് ഇതേപോലെ സ്റ്റണ്ട് റേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ വണ്ടി ചിലപ്പം വീഴാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് താറാണ് എടുക്കുന്നത്. കറച്ചിൽ താറാകുമ്പോൾ നല്ല പൊളിയായിട്ട് സ്റ്റണ്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. സ്വിഫ്റ്റ് ആകുമ്പോഴെന്തായാലും കളിക്കാനായിട്ടൊക്കെ പറ്റും, പക്ഷേ ചിലപ്പം ഏതെങ്കിലുമൊക്കെ ചെറിയ വഴിയൊക്കെയാണെങ്കിൽ അതിനെ കൊണ്ട് പോകാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ അതുകൊണ്ടാണ് അതെടുക്കാത്തത്. ഓക്കെ പിന്നെ ഈ ഒരു റേസിന് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 കിടുക്കാച്ച് സാധനങ്ങളും കാണാൻ കിട്ടുന്നുണ്ട്. ഓക്കെ 2 കിടിലൻ കാറുകളും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ മോനെ, ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ കിടക്കുകയാണ്. ഇതൊക്കെ കിട്ടുമോ? ഇല്ല, ഇതൊക്കെ ഇനി ഇതോടെ പാർട്ടിസിപ്പേറ്റ് വന്നതാണ്. ഇവിടെ ഒരു സൂപ്പർ മാത്രമാണ് പൊളിഞ്ഞ് കിടക്കുന്നത്. ഓക്കെ നമുക്ക് എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ എൻ്റെ ഇവിടെ 2 കാറുകൾ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നമ്മുടെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ. നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരാം. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ എല്ലാം സെറ്റ് ചെയ്യണം. നമുക്ക് ഏകദേശം 2 ലാഖിന് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ട് ഈ ഒരു റേസിങ്ങൊക്കെ പങ്കെടുക്കാനായിട്ടൊക്കെ. പിന്നെ ഇതൊക്കെ തോറ്റ വണ്ടികൾ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ നമുക്കെന്തായാലും അവരെന്തായാലും 2 ടേൺ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തരുന്നുണ്ട്. പിന്നെ 3 ടേണും കൂടെ അവൈലബിൾ ആണ്. അത് നമ്മൾ പൈസ കൊടുക്കണം. ഓക്കെ ഒരെണ്ണത്തിന് 1 ലക്ഷം വെച്ചാണ്. ഭയങ്കര വിലയാണ്. ഓക്കെ വണ്ടിയുടെ തന്നെയാണ്. ഓക്കെ പിന്നെ ഇവിടെ എന്തായാലും നമ്മുടെ 2 കാറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അത് നമുക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അതൊക്കെ സെറ്റാണ്. ഓക്കെ നമുക്ക് ഈ ഫ്രണ്ട് ആദ്യത്തെ സംഭവം അധികം സ്പീഡ് എടുക്കേണ്ടതാണ് അങ്ങേര് പറഞ്ഞത്. ഓക്കെ ഞാൻ എന്തായാലും അധികം സ്പീഡ് എടുക്കണില്ല. നമുക്കെന്തായാലും നേരെ എന്തായാലും മുകളിലോട്ട് പോവാം. ഓക്കെ ഞാൻ അങ്ങനെ നൈസായിട്ട് എന്തായാലും മുകളിലോട്ട് എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഈ വണ്ടി ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മളിപ്പോൾ ഏകദേശം കുറേ എത്തിയിട്ടുണ്ട്. ഓക്കെ നമുക്കെന്തായാലും നോക്കാം. ഓക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം എളുപ്പമുള്ള പോലെയൊക്കെയാണ് എനിക്ക് തോന്നണത്. ഓക്കെ ഇനി അങ്ങോട്ട് എളുപ്പമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു. ഇതാണ് ഇച്ചിരി പ്രശ്നം. ഓക്കെ കയറി ഒരു പാട് കേട്ട് നമ്മളിങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെ അത് ഇച്ചിരി സീനാണ്. ഓക്കെ നമുക്കെന്തായാലും നേരെ ഇവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ ചാടണോ? അറിഞ്ഞൂടാ തോന്നണ ചാടണ്ട. ഓക്കെ ചാടണ്ട, അല്ലാതെ ഞങ്ങൾ കയറിപ്പോയാൽ മതി. ഓക്കെ ഇവിടെ നിന്നൊക്കെ വണ്ടി വീട് കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ ഞാൻ പിന്നെ അന്നൊരിക്കൽ ബീച്ച് സൈഡിലൊക്കെ വെച്ച് റേസ് നടത്തിയിട്ടുണ്ട് കാറിൻ്റെ. ഇതൊക്കെ പക്ഷേ അത് ഞാൻ തോറ്റ്, കാരണം അത് വണ്ടി കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ പക്ഷേ ബൈക്ക് വെച്ചിട്ടുള്ള റേസ് ഉണ്ട്, അതിൽ ഞാൻ നല്ല സുഖമായിട്ട് ജയിച്ചു. ഓക്കെ എന്നിട്ട് 2 ബൈക്ക് ഞാൻ നേടിയെടുത്തു. ഓക്കെ അവൻ്റെ ഗറാജിരിക്കുകയാണ്. ഓക്കെ നമ്മളിപ്പോൾ ഏകദേശം ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് മുകളിലോട്ട് അങ്ങ് കയറി പോകാം.
ഭയങ്കര പാടാണ് ഓക്കെ. എങ്ങനെയെങ്കിലും ഈ റേസിന് ജയിച്ചേ പറ്റും ഓക്കെ. എല്ലാവരും ഇവിടെയൊക്കെ എത്തുമ്പോഴാണ് തോൽക്കണത് ഓക്കെ. അതാണൊരു സീൻ ഓക്കെ. ഓക്കെ ഇവിടെ ഇപ്പം നമുക്ക് എന്തായാലും പോകുന്നില്ലേ. വെയിറ്റ് എനിക്ക് തോന്നുന്നു മിക്കവാറും നമുക്ക് ഇറങ്ങേണ്ടി വരും തോന്നുന്നു. ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് അറിഞ്ഞൂടെ ഓക്കെ. ഇവിടെ നിന്ന് ചാടണോ? ഇവിടെ നിന്ന് ചാടണം കേട്ടാ. ചാടി അപ്പുറത്തെത്തണല്ലോ. ഇച്ചിരി ടാസ്ക്കാണ് ഓക്കെ. നമുക്ക് സത്യത്തിൽ എന്തായാലും ഇറങ്ങാനൊക്കെ പറ്റും ഓക്കെ. നമുക്ക് 5 പ്രാവശ്യം എന്തായാലും ഇറങ്ങാനായിട്ട് അവരെന്തായാലും ഒരു ടേണും കൂടെ എന്തായാലും തന്നിട്ടുണ്ട് ഓക്കെ. പിന്നെ അതിനുശേഷം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്നാൽ അവൾ ഇറങ്ങി ഡിസ്ക്വാളിഫൈഡ് ആവും ഓക്കെ. നമുക്ക് ഇച്ചിരി റിവേഴ്സ് എടുത്തു ഓക്കെ. നമ്മൾ താറും കൊണ്ടും കത്തിച്ചുവിടാം ഓക്കെ. ഇച്ചിരി സീനാണ് ഈ സാധനം ഓക്കെ. ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ അപ്പോൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നായിരുന്നു ഞാൻ ആലോചിച്ചത്. ഇവിടെ സത്യത്തിൽ 2 വഴിയുണ്ട്. അവിടെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴെ പോകും. അത് റേസിന് നമ്മൾ ജയിക്കാതിരിക്കാനുള്ള അവരുടെ ട്രിക്കാണൊക്കെ. നമുക്ക് ഇതിലേ കൂടെയാണ് സത്യത്തിൽ പോകേണ്ടത് ഓക്കെ. നമുക്ക് ഇതിലേ കൂടെ പോകാം. ഇച്ചിരി സീനായ റേസാണ് ഓക്കെ. എന്നാലും ഞാൻ കളിക്കുകയാണ് ഓക്കെ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ അങ്ങ് സ്പീഡിൽ പോവാം ഓക്കെ. ഇനി എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പം ഫസ്റ്റ് ടേൺ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് ഈസിയായിട്ട് ജയിക്കാൻ പറ്റുമെന്ന് തോന്നണം ഓക്കെ. എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ടേണും കൂടെയാണ്. ഫസ്റ്റ് ടേണിൽ തന്നെ ജയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറേ കൂടെ എളുപ്പമായിരുന്നു ഓക്കെ. ഭയങ്കര റിസ്ക് പിടിച്ച വഴികളാണ് ഈ ട്രാക്കിൽ മൊത്തം ഓക്കെ. നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും വന്നിട്ടുണ്ട്. അയ്യോ ഇവിടെ 2 വഴിയുണ്ട്. ഇതാണെന്ന് തോന്നുന്നല്ലേ. അയ്യോ അത് നമ്മളെ പറ്റിക്കാൻ വെച്ചേക്കണേ. എനിക്കറിയാം ഇവിടെ നിന്ന്. പക്ഷെ 2 വഴിയുണ്ട്. ഇതിലേതാണ്? ഇതാണെന്ന് തോന്നുന്നു ഗൈസ് ഓക്കെ. ഇതാണെന്ന് തോന്നുന്നു ഒറിജിനൽ വഴി ഓക്കെ. എനിക്കറിയത്തില്ല, ഇതായിരിക്കും. ഇവിടെ ഭയങ്കര വലിയ ഇതാണ് ഓക്കെ. ഇത് തന്നെയാണ് ഓക്കെ. ഇവിടെയൊക്കെ ഇറക്കാനായിട്ട് ഭയങ്കര പാടാണ് ഓക്കെ. സ്വിഫ്റ്റും കൊണ്ടുവന്നിരുന്നെങ്കിൽ നമ്മൾ മൂഞ്ചേനെ. അയ്യോ ഓക്കെ. അതിപ്പോൾ താഴെ. അപ്പോൾ സ്പീഡ് കേട്ടണം. വണ്ടിയിട്. എൻ്റെ മോനെ നൈസായിട്ട് പണിപ്പാളി. നൈസായിട്ട് പണിപ്പാളി. ഗായ്സ് പണിപ്പാളി നൈസായിട്ട്. നമ്മൾ ചത്തേക്കാണ് ഗായ്സ്. എൻ്റെ മോനെ.